Election Puram, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. ഇലക്ഷൻ പൂരം തുടരുകയാണ്. നമ്മൾ ഇനി പത്തനംതിട്ടയിലേക്കാണ്. എന്താണ് പത്തനംതിട്ടയുടെ ചിത്രം പിടിച്ചെടുക്കാൻ തോമസ് ഐസക് ഒരുങ്ങിയിരിക്കുന്ന മണ്ഡലം, നിലനിർത്താൻ ആന്റോ ആന്റണി, കന്നിയങ്ക കുറിക്കുന്ന അനിൽ ആന്റണി. നമുക്ക് വി ആർ കാർത്തിക് ഒപ്പം ചേരുന്നുണ്ട്. അതിനു മുമ്പ് ഈ ചിത്രം ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞാൽ, അതായത് പത്തനംതിട്ട ഭൂമിശാസ്ത്രപരമായി ഏറെ പ്രാധാന്യം ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. ഒപ്പം തീർത്ഥാടന കേന്ദ്രം, ഒരുപക്ഷെ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രം കേരളത്തിലുണ്ടെങ്കിൽ അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രം പോലെയൊക്കെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അടക്കമെത്തുന്ന ശബരിമല. ആ ശബരിമല തന്നെയായിരുന്നു 2019 പ്രധാനപ്പെട്ട വിഷയം. അത് ആ സമയത്ത് തെരഞ്ഞെടുപ്പിൽ ഉടനീളം അലയടിച്ച ഒരു വിഷയം കൂടിയായിരുന്നു. അതിന്റെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴും അത് പ്രതിഫലിച്ച കാഴ്ച നമ്മൾ കണ്ടതാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിക്കുകയും 3ാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത്. ഇത്തവണ ആ ചിത്രമെല്ലാം മാറിയിരിക്കുന്നു. അതിന് മുൻപ് നമുക്ക് പ്രധാനമായിട്ടും 2 ജില്ലകളിൽ, കോട്ടയവും പത്തനംതിട്ടയിലെയും 7 നിയോജക മണ്ഡലങ്ങൾ ചേരുന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും, അങ്ങനെ 2 മണ്ഡലങ്ങൾ. പത്തനംതിട്ടയിലാണെങ്കിൽ തിരുവല്ല, റാന്നി, കോന്നി, അടൂർ, ആറന്മുള, അങ്ങനെ 2 ജില്ലകളുടെയും മലയോര മേഖലകളിലെ പ്രശ്നങ്ങൾ, കർഷകരുടെ വിഷയങ്ങൾ, ഇതെല്ലാം പ്രധാന പ്രചാരണ വിഷയമാകുകയും ചർച്ചാ വിഷയമാകുകയും ചെയ്യുന്ന ഒരു മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട. എന്തായാലും ഈ പത്തനംതിട്ട എന്ന മണ്ഡല പുനഃക്രമീകരണത്തിന് ശേഷം അവിടെ ആന്റോ ആന്റണി അല്ലാതെ മറ്റൊരു MP ഉണ്ടാകാത്ത സാഹചര്യം കൂടി ഉണ്ടാകുന്നു. 2019 തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ അപർണ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്, ഏറ്റവും പ്രധാനപ്പെട്ട വീറും വാശിയുമേറിയ പോരാട്ടം BJPയെ സംബന്ധിച്ചിടത്തോളം സുവർണാവസരം ആയിരുന്നു എങ്കിൽ അവിടെ ആന്റോ ആന്റണി 3,80,927 വോട്ടുകൾക്കാണ് വിജയിച്ചത്. 2ാം സ്ഥാനത്തേക്ക് എത്തിയത് വീണ ജോർജ് ആയിരുന്നു എന്നതാണ്. 3,36,000 പിന്തള്ളപ്പെടുകയും ചെയ്തു. അതെ, അങ്ങനെ 44,000 വോട്ടിന്റെ ലീഡിൽ ആണ് ആന്റോ ആന്റണി വിജയിച്ചു കയറിയത്. നമുക്കറിയുന്ന പോലെ തന്നെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ 7 മണ്ഡലങ്ങളും LDFിനൊപ്പം നിൽക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടെ അവിടെ ഉണ്ട്. ഇനി പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളിലേക്ക് വരുമ്പോൾ ആന്റോ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ തന്നെ 3 തവണയും ആന്റോ ആന്റണി 2009 ഈ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം രൂപീകരിക്കുന്നത്. അന്ന് തൊട്ട് നടന്ന തുടർച്ചയായിട്ടുള്ള 3 തെരഞ്ഞെടുപ്പുകളിലും പത്തനംതിട്ടയെ പ്രതിനിധീകരിച്ച് ലോക്സഭയിൽ എത്തിയിരിക്കുന്നത് ആന്റോ ആന്റണിയാണ്. തോമസ് ഐസക് ഇത്തവണ നമുക്കറിയുന്ന പോലെ തോമസ് ഐസക് എന്ന് പറയുന്ന വളരെ CPMന്റെ പ്രബലനായിട്ടുള്ള ഒരാളെ തന്നെ രംഗത്തിറക്കി എങ്ങനെ ഈ കോട്ട തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് ആലോചിക്കുകയും ചെയ്യുന്നു CPM. അതോടൊപ്പം അനിൽ കെ ആന്റണിയാണ്. തീർച്ചയായും ഒരുപക്ഷെ കേരളത്തിൽ അനിലിന് വലിയ സ്വാധീനമൊന്നുമില്ല എങ്കിൽ പോലും AK ആന്റണിയുടെ മകൻ എന്ന നിലയിൽ, അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഡിജിറ്റൽ സെൽ ഹാൻഡിൽ ചെയ്തിരുന്ന ആളാണ്. അവിടെ നിന്നാണ് ഒരു പ്രമുഖൻ എന്ന നിലയിൽ തന്നെ അനിൽ കെ ആന്റണിയെ അടർത്തി മാറ്റുന്നത്. PC ജോർജിന്റെ പേരൊക്കെ വലിയ തോതിൽ പരാമർശിക്കപ്പെട്ടിരുന്നുവെങ്കിലും BJP കൃത്യമായി അനിൽ ആന്റണിക്ക്, അത് AK ആന്റണിയുടെ മകൻ എന്ന ലേബൽ കൂടി പ്രയോജനപ്പെടുത്താൻ വേണ്ടി ദേശീയ രാഷ്ട്രീയത്തിലടക്കം BJP പ്രതീക്ഷിക്കുന്നത് അനിൽ ആന്റണി ഒരു തുറുപ്പ് ചീട്ടാണെന്നാണ്. കെ സുരേന്ദ്രൻ അടക്കം MT രമേശ് അടക്കമുള്ള BJP നേതാക്കളൊക്കെ മത്സരിച്ച് 3ാം സ്ഥാനം നേടിയ മണ്ഡലമാണ്. അവിടെ ഒരു തുറുപ്പ് ചീട്ടായിരിക്കും അനിൽ ആന്റണി. മാത്രമല്ല, കാലങ്ങളായി വലിയ പ്രതികരണത്തിന് തയ്യാറാകാതിരുന്ന AK ആന്റണിക്ക് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാധ്യമങ്ങളോട് വന്ന അനിൽ ആന്റണി തോൽക്കണം എന്ന് പറയേണ്ടി വരുന്ന രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ടായി. അതെ, തീർച്ചയായിട്ടും. അതായത് ഈ 3 സ്ഥാനാർത്ഥികളുടെയും ലാസ്റ്റ് ലാപ്പിലെ പ്രതീക്ഷകൾ ഏത് തരത്തിലാണെന്ന് നമുക്ക് നോക്കാം. അവരുടെ വാക്കുകളിലേക്ക് പോയ ശേഷം. പത്തനംതിട്ടയിലെ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി രാവിലെ മുതൽ തന്നെ പ്രചരണം ആരംഭിച്ചു. എന്നാലും ഫൈനൽ ലാപ്പിലേക്ക് കടക്കുകയാണ് പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എന്തൊക്കെയാണ് കാൽക്കുലേഷൻ? അല്ല, ജനങ്ങൾ ഏറ്റെടുത്ത തെരഞ്ഞെടുപ്പാണ്. എല്ലാ സ്ഥലത്തും ജനങ്ങളാണ് എന്റെ പ്രചരണം നയിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ കാണാത്ത ജനങ്ങളുടെ അനുകൂലമായ ഒരു വികാരമാണ് തെരഞ്ഞെടുപ്പ്. ഇന്നലെ നമ്മൾ തോമസ് ഐസക്കിനൊപ്പമായിരുന്നു പ്രചരണം. അപ്പൊ തോമസ് ഐസക്ക് എല്ലായിടത്തും ഡയറക്റ്റ് അറ്റാക്കാണ്. ആന്റോ ആന്റണി 15 വർഷമായി ഒന്നും ചെയ്തില്ല. അദ്ദേഹം ചെയ്തതാണ് ഇപ്പൊ കേരളത്തിലെ പ്രശ്നം.
അദ്ദേഹം ചെയ്ത ജയത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾ എഴുന്നേറ്റിട്ടില്ല. കേരളത്തിന്റെ വരും തലമുറകളെ കൂടെ നശിപ്പിച്ചു കളഞ്ഞു. കാരണം 60 കൊല്ലം കേരളം ഭരിച്ച ഗവൺമെന്റ് കൊടുത്ത കടത്തിന്റെ 3 ഇരട്ടി കടമാണ് അദ്ദേഹം എടുത്തത്. എന്തിനു വേണ്ടി എടുത്ത് ദൂർത്തടിച്ചു. ഉമ്മൻചാണ്ടി എടുത്ത വിദേശ വായ്പ 1.32%. ഇദ്ദേഹം എടുത്ത് 9.72%. പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക് രാത്രിയും പ്രചരണ തിരക്കിലാണ്. റാന്നി മണ്ഡലത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ പ്രചരണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. സാർ, എങ്ങനെയുണ്ട്? ഫൈനൽ ലാപ്പിലേക്ക് കിടക്കുകയാണ്. ഇനി 4 ദിവസം മാത്രമാണ് പ്രചരണം. എന്താണ് താങ്കളുടെ കണക്കുകൂട്ടൽ? ഉറപ്പായിട്ട് ജയിക്കും. നമ്മുടെ എക്സ്പെക്റ്റേഷന് അതിരുകവിക്കുന്ന സ്വീകരണങ്ങളാണ്, പ്രതികരണങ്ങളാണ് ജനങ്ങളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ MLA പ്രമോദ് നാരായണൻ വീടുകളിൽ നിന്ന് ആളുകളായി ചോദിച്ചപ്പോൾ ഞാൻ പ്രമോദ് ചോദിക്കും, നമ്മുടെ ആണോ? അപ്പോൾ അല്ല, നമ്മുടെ അല്ലാത്ത ഒരുപാട് വീടുകൾ അല്ലാത്ത രാഷ്ട്രീയമായി നമ്മളോട് അകലം സൂക്ഷിക്കുന്ന എതിർക്കുന്നവർ പോലും സ്പോണ്ടേനിയസ് റെസ്പോൺസ് ഐസക് സഖാവിനോട് അത്രമേൽ സ്നേഹമുണ്ട്. അപ്പോൾ അത് കണ്ട ഞാൻ പറയുന്നത് നമ്മൾ ഇപ്പോൾ വളരെ മുന്നിലാണ്. എന്തായാലും കഴിഞ്ഞ തവണ 2,97,000 വോട്ടുകളും കിട്ടി. ഇത്തവണ ഒരു 1.5 ലക്ഷത്തിനകത്ത് പോകും എന്നാണ് സാർ? ഉറപ്പായിട്ടും 2 ലക്ഷത്തിൽ താഴെ വോട്ടേ കിട്ടും. ഈ ആദ്യം മോഡിയൊക്കെ വന്നൊരു ഓളമൊക്കെ ഉണ്ടാക്കി, പക്ഷെ പിന്നീട് ഈ ഘട്ടത്തിലേക്ക് പ്രചരണത്തിന്റെ ഫൈനൽ ലാപ്പിൽ BJPക്ക് പഴയ ആവേശമില്ലെന്ന് തോന്നുന്നു. മോഡിയുടെ യോഗമൊക്കെ വലിയ യോഗമായിരുന്നു. 3 ജില്ലയിൽ നിന്ന് ആൾക്കാർ വന്നിട്ടാണ്, എന്നാലും വലിയ യോഗമായിരുന്നു. മാധ്യമ ശ്രദ്ധയൊക്കെ നേടി, ഒരാവേശമൊക്കെ ഉണ്ടാക്കി. പക്ഷെ അത് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ വേറൊരു നല്ല BJP സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ അത് നിലനിർത്തിയാണ്. ഇതത്തെ പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി അനിൽ ആന്റണി ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ അനിൽ ആന്റണി, ഇനി 3 ദിവസം മാത്രമാണ് പ്രചരണം അവസാനിക്കാൻ ബാക്കി. ഫൈനൽ ലാപ്പിൽ എന്തൊക്കെയാണ് കാൽക്കുലേഷൻ? തീർച്ചയായിട്ടും ഇവിടെ വിജയിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. കാര്യം ഇവിടെ വരുമ്പം എല്ലാവരും പറയുന്നത് അവർക്ക് മാറ്റം വേണമെന്നാണ്. ഇപ്പം ഞാൻ 7 ആഴ്ചയായിട്ട് ഇവിടെ എല്ലാ മണ്ഡലങ്ങളിലും ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ട്. എല്ലാവരും എന്നോട് വളരെ വ്യക്തമായി പറയുന്നത് ഇപ്രാവശ്യം ഇവിടെ മാറി വന്ന മുന്നണികൾക്കൊന്നും ഇവിടെ വികസനമൊന്നും കൊണ്ടുവരാനേ സാധിച്ചിട്ടില്ല. പത്തനംതിട്ട കേരളത്തിൽ തന്നെ ഏറ്റവും വികസന മുന്നെടുപ്പുള്ള ജില്ലകളിലൊന്നായി മാറി. ഇപ്രാവശ്യം എന്നോട് ആയിരക്കണക്കിന് ആൾക്കാർ എന്നോട് പേഴ്സണലി മീറ്റ് ചെയ്യുമ്പം വഴിയിലൊക്കെ തടഞ്ഞു നിർത്തി പറയുന്നുണ്ട്, ഇപ്രാവശ്യം നമ്മൾ വോട്ട് ചെയ്യും, കാര്യം നമുക്ക് മാറ്റം വേണം, നമുക്ക് വികസനം വേണം. ഇപ്പം മോദിജിയുടെ ട്രാൻസ്ഫോർമേഷനിലൊക്കെയാണ് നമുക്കിനി വിശ്വാസം. അത് നമുക്ക് ഒരുപാട് അപ്രീസിയേഷൻ ഉണ്ട്. കാരണം ഇപ്രാവശ്യം ഇവിടെ മാറാൻ പോവുകയാണ്. പത്തനംതിട്ട തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കും. കഴിഞ്ഞ ദിവസം തോമസ് ഐസക് ഞങ്ങളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഇവിടെ ഒരു ട്രയാങ്കുലർ ഫൈറ്റ് ഇല്ല, ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ആവേശം ഇപ്പോൾ BJPക്ക് ഇല്ല എന്നാണ്. എന്താണ് മറുപടി? ഇങ്ങനെയൊക്കെ പറയാനല്ലേ പറ്റത്തുള്ളൂ. കാര്യം ഇപ്പോൾ സത്യം പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളും ഇടതുമുന്നണി ഇപ്രാവശ്യം തകരാൻ പോവുകയാണ്. 7 മണ്ഡലങ്ങളിലും വ്യക്തമായ ലീഡ് ഉണ്ടാവും. ഏതെങ്കിലും പ്രത്യേക മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു? NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ പ്രതീക്ഷകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. UDF ക്യാമ്പ് ഏത് തരത്തിലാണ് പ്രതീക്ഷകൾ? ഇതിനെല്ലാം മറുപടി എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതിൽ തുടങ്ങണം VR കാർത്തിലേക്ക്. കാർത്തിക്, മണ്ഡലത്തിലെ സ്ഥാപക MP തന്നെ പറയാവുന്ന ഒരാളുണ്ടെങ്കിൽ അത് ആന്റോ ആന്റണിയാണ്. ഈ പറയുന്നു എല്ലാത്തിലും 15 വർഷത്തെ തന്റെ വികസന നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ടാണ് താൻ വോട്ട് ചോദിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോഴും വിവാദങ്ങളുണ്ട്. പുൽവാമ ഭീകരാക്രമണത്തെക്കുറിച്ച്, SFI രക്തസാക്ഷികളെ കുറിച്ചുള്ള അദ്ദേഹം നടത്തിയ പരാമർശങ്ങളൊക്കെ ഈ എതിർഭാഗം വലിയ പ്രചാരണമാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതിനൊരു ഈസി വാക്ക് ഓവർ ആന്റോ ആന്റണിക്ക് ഈ 4ാം വട്ടത്തിൽ ഉണ്ടാകുമോ എന്നൊരു ചോദ്യമുണ്ട്. എന്ത് തരത്തിലുള്ള ഒരു പൾസാണ് കാർത്തിക് അവിടെ നിൽക്കുമ്പോൾ തോന്നുന്നത്? ഹാട്രിക് വിജയം അതുതന്നെയാണ് ആന്റോ ആന്റണിയുടെ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനം. പക്ഷേ ഇത്തവണ ആന്റോ ആന്റണിക്ക് കാര്യങ്ങൾ അത്രത്തോളം എളുപ്പമല്ല എന്നാണ് UDF കേന്ദ്രങ്ങൾ തന്നെ വിശ്വസിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ പലതരത്തിലുള്ള വിമർശനങ്ങൾ LDFിൻ്റെയും BJPയുടെയും ഭാഗത്തു നിന്നുണ്ടായി. അതിൽ പ്രധാനം 15 വർഷം കാര്യമായ വികസന പ്രവർത്തനങ്ങളൊന്നും തന്നെ പത്തനംതിട്ട മണ്ഡലത്തിൽ കൊണ്ടുവരാൻ ആന്റോ ആന്റണിക്ക് കഴിഞ്ഞില്ല എന്നതായിരുന്നു അതിൽ പ്രധാനം. അവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പൊതുമേഖലാ സ്ഥാപനം പത്തനംതിട്ട മണ്ഡലത്തിലില്ല. ഉന്നത വിദ്യാഭ്യാസത്തിനായി ഏറ്റവും അധികം കുട്ടികൾ വിദേശത്തേക്ക് പോകുന്ന ജില്ല കൂടിയാണ് ഈ പത്തനംതിട്ട. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇത്തരത്തിലുള്ള വിമർശനങ്ങളാണ് അദ്ദേഹത്തിനെതിരെ MP എന്ന തരത്തിൽ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എതിർചേരി ഉയർത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അപർണ, കേരള കോൺഗ്രസ് M
2009 കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ മണ്ഡലത്തിലെ മേൽക്കൈയാണ് ആന്റോ ആന്റണിയുടെ വിജയത്തിന് ഏറെ സഹായമായത്. ആ 2 മണ്ഡലങ്ങളും കേരള കോൺഗ്രസ് എമ്മിൻ്റെതായിരുന്നു. അന്ന് കേരള കോൺഗ്രസ് എം UDF-നൊപ്പമായിരുന്നു. പക്ഷേ ഇന്ന് കേരള കോൺഗ്രസ് എം UDF-നൊപ്പം ഇല്ല. അതുകൊണ്ട് തന്നെ കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ ആ മേൽക്കൈ നിലനിർത്താൻ ആന്റോ ആന്റണിക്ക് കഴിയുമോ എന്നതാണ് ഏറ്റവും ഉയരുന്ന ചോദ്യം. അതുതന്നെയാണ് UDF ക്യാമ്പിൻ്റെ കണക്കുകൂട്ടലുകളുടെ ഒരു അടിസ്ഥാനവും. ഇത്തരത്തിൽ കാഞ്ഞിരപ്പള്ളിയിലും പൂഞ്ഞാറിലും വലിയ മേൽക്കൈ നേടിയാൽ മാത്രമേ മറ്റ് 5 മണ്ഡലങ്ങളിൽ അതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ കഴിയൂ എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. ഈ കേരള കോൺഗ്രസ് ഇല്ലാതെ കോൺഗ്രസിന് അത് കഴിയുമോ, UDF-ന് അതിന് കഴിയുമോ, അതാണ് ഉറ്റുനോക്കുന്നത്. അത്തരത്തിൽ കേരള കോൺഗ്രസ് ഇല്ലാത്ത UDF-ൻ്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് കൂടിയാണ് പത്തനംതിട്ടയിൽ എന്ന് പറയാം. മറ്റൊന്ന്, ആന്റോ ആന്റണി സ്ഥാനാർത്ഥിയായ ശേഷം അപ്രതീക്ഷിതമായാണ് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായാണ് അൽ ആന്റണി വരുന്നത്. നേരത്തെ തന്നെ മണ്ഡലത്തിലെ ഹോംവർക്ക് നടത്തി മണ്ഡലത്തിൽ സജീവമായിരുന്നു തോമസ് ഐസക്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടം മുതൽ തന്നെ MP എന്ന നിലയിലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വിമർശനങ്ങളാണ് എതിർചേരിയിൽ നിന്നും ഉയർന്നത്. എന്നാൽ കേന്ദ്രീയ വിദ്യാലയ അടക്കം ഇവിടെ കൊണ്ടുവരാനായത് നേട്ടമായി അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. മറ്റു തരത്തിൽ ഈ MP എന്ന നിലയിലുള്ള ഫണ്ട് പൂർണ്ണമായും ചെലവഴിക്കാൻ കഴിയാത്ത വീഴ്ചകൾ എതിർചേരി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ അപ്പോഴും അദ്ദേഹം രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ ചില വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് ആ വിമർശനങ്ങളെയൊക്കെ പ്രതിരോധിക്കുന്നത്. പക്ഷേ എന്തു തന്നെയായാലും ആദ്യഘട്ടത്തിലും മുതൽ ഏറ്റവും അവസാനം ഫൈനൽ ലാപ്പ് വരെ എത്തുമ്പോൾ കഴിഞ്ഞ 3 തവണയും പോലെ കാര്യങ്ങൾ എളുപ്പമല്ല ആന്റോ ആന്റണിക്ക് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, മുസ്ലിം വോട്ടുകൾക്ക് പ്രത്യേകിച്ച് SDPIക്ക് നിർണായക സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. ഏതാണ്ട് 10,000-ഓളം വോട്ടുകൾ അവർക്കുണ്ട്. അടുത്തിടെ നമുക്ക് അറിയാം ഈരാറ്റുപേട്ടയുമായി ബന്ധപ്പെട്ട് ഒരു പോലീസ് റിപ്പോർട്ട്, അതിനുശേഷം പൂഞ്ഞാറിൽ സെന്റ് ഫോറൈൻ ചർച്ചിൽ ഒരു പുരോഹിതനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ. ഇത്തരത്തിൽ മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ട് UDF-ന് അനുകൂലമാകും. പ്രത്യേകിച്ച് ഈ സംഭവങ്ങളിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചൊരു നിലപാടുകളുടെ കൂടി പശ്ചാത്തലത്തിൽ ഇത്തവണയും ആ വോട്ടുകൾ ആന്റോ ആന്റണിയെ തുണയ്ക്കും എന്നതാണ് ഇവരുടെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാകുന്ന മറ്റൊന്ന്. അതൊക്കെ കണ്ടു തന്നെ അറിയണം ഈ തെരഞ്ഞെടുപ്പിൽ അതെങ്ങനെ പ്രതിഫലിക്കും എന്നത്. പക്ഷേ ഇത്തരത്തിൽ കേരള കോൺഗ്രസിൽ ഇല്ലാത്തതും MP എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പോരാ എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വരുമ്പോഴും മറുവശത്ത് സാമുദായിക സമവാക്യങ്ങൾ തനിക്ക് അനുകൂലമാകും എന്ന പ്രതീക്ഷയാണ് ആന്റോ ആന്റണിക്ക് ഉള്ളത്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ എന്തായാലും ഇത്തവണയും പത്തനംതിട്ട കൈവിടില്ല എന്ന ആത്മവിശ്വാസമുണ്ട്. അതിന്റെ രാഷ്ട്രീയ സാഹചര്യമാണ് പറയുന്നത്. പക്ഷേ എങ്ങനെ ഈ മണ്ഡലത്തെ പിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. തോമസ് ഐസക്കിനെ പോലെ ഒരു ഫിഗർ, ഒരു CPM-ലെ ഏറ്റവും തലമുതിർന്ന നേതാവ്, ധനമന്ത്രി എന്ന നിലയിലൊക്കെ അദ്ദേഹം ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരുപക്ഷെ ഡൽഹിയിലടക്കം ഈ GST ചർച്ചകളിലൊക്കെ ചില നിരീക്ഷണങ്ങളൊക്കെ അദ്ദേഹം നടത്തുന്നത് പിന്നീട് ശരിയായിരുന്നുവെന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ട പശ്ചാത്തലമുണ്ട്. അതോടൊപ്പം തന്നെയാണ് നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് നോട്ട് നിരോധനത്തെ അനുകൂലിച്ചുകൊണ്ട് പലരും രംഗത്തെത്തിയപ്പോൾ ഏറ്റവും വലിയ വിമർശനം ഉന്നയിച്ച കിഫ്ബി, മസാല ബോണ്ട്, ED വിഷയങ്ങളൊക്കെ അത് മറുവിഭാഗം അത് ആയുധമാക്കുന്നുണ്ട് ഐസക്കിനെതിരെ. അതെ, പക്ഷേ ഇതെല്ലാം ഈ പത്തനംതിട്ടയിലെ വോട്ടർമാർക്ക് മനസ്സിലാക്കുന്ന തരത്തിലേക്കാണോ, അങ്ങനെ ഒരു പ്രവർത്തനമാണോ CPM കാഴ്ചവെക്കുന്നത്? അങ്ങനെ ഈ കൈവിടയിപ്പിക്കാൻ, അതായത് പത്തനംതിട്ട കൈകൊടുത്തുകൊണ്ടിരിക്കുന്ന ആന്റോ ആന്റണിയെ പരാജയപ്പെടുത്താൻ തോമസ് ഐസക്കിന് സാധിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ടോ എന്നാണ് അറിയേണ്ടത്. ഒപ്പം BJP ഏത് തരത്തിൽ, നേരത്തെ ഇനി സമുദായ സമവാക്യങ്ങളൊക്കെ ഉണ്ട് പത്തനംതിട്ടയിൽ, അതും ഏത് തരത്തിലാണ്? പ്രത്യേകിച്ച് മലങ്കര യാക്കോബായ വിഭാഗങ്ങൾക്കൊക്കെ സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അതും കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിലേക്ക് കൂടി വരാം കാർത്തികിലേക്ക് ഒരു ഇടവേളയിൽ കൂടെ പോയ ശേഷം. പറഞ്ഞു കേരള രാഷ്ട്രീയ നമ്മൾ വീണ്ടും പത്തനംതിട്ടയിലേക്ക് തന്നെ പോകുന്നു. അവിടെ VR കാർത്തിക് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. അവിടുത്തെ ഏറ്റവും ഒടുവിലത്തെ വോട്ടർമാരുടെ പ്രതികരണങ്ങൾ, പ്രതീക്ഷകൾ ഒക്കെയാണ് കാർത്തിക് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്, ഇനി അറിയേണ്ടത് തോമസ് ഐസക് എന്ന പരീക്ഷണത്തിലേക്ക് മുതിരുന്നു CPIM. തോമസ് ഐസക്കിനെ പോലെ ഒരുപക്ഷെ സംസ്ഥാനത്ത് എവിടെയും പരിചിതനായ ഒരാളെ കൃത്യമായി പത്തനംതിട്ടയിലേക്ക് എത്തിക്കുമ്പോൾ പല ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്ന് രാഷ്ട്രീയ വോട്ടുകളാണ് എങ്കിൽ മറ്റൊന്ന് സാമുദായിക വോട്ടുകൾ കൂടിയാണ്. അതാണ് അപർണ നേരത്തെ സൂചിപ്പിച്ച വിഭാഗങ്ങൾക്ക് അടക്കം. അങ്ങനെ ആ വോട്ടുകൾ കൂടി കൃത്യമായി പോൾ ചെയ്യപ്പെട്ടാൽ ഇത്തവണ പത്തനംതിട്ട പിടിക്കാം എന്നുള്ളതാണല്ലോ കണക്കുകൂട്ടൽ. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടുണ്ടോ പത്തനംതിട്ടയിൽ തോമസ് ഐസക്കും പാർട്ടി? ഒപ്പം കാർത്തിക്, UDF കോട്ടയം ജില്ലയിൽ UDF-ലുണ്ടായ പൊട്ടിത്തെറി, നേതാക്കന്മാരുടെ രാജി, ഇതൊക്കെ കോട്ടയം ജില്ലയിലെ മണ്ഡലങ്ങൾ കൂടി പത്തനംതിട്ടയിൽ വരുന്നുണ്ട്. ഇതൊക്കെ പ്രതിഫലിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടി LDF ക്യാമ്പിനുണ്ട്. ഇതൊക്കെ ഗുണകരമായി വരാനുള്ളൊരു സാധ്യത, അങ്ങനെ ഒരു ട്രെൻഡ് കാണിക്കുന്നുണ്ടോ?
അപർണ, ആദ്യഘട്ടത്തിൽ തോമസ് ഐസക് മണ്ഡലത്തിൽ പ്രചരണത്തിനെത്തിയപ്പോൾ തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ച വാഗ്ദാനം പുതിയൊരു പത്തനംതിട്ട, ഇത്രയും കാലം നിങ്ങൾ കണ്ട MPയെ പോലെ ആയിരിക്കില്ല, ഞാൻ എന്തൊക്കെ ചെയ്യും എന്ന ഒരു രേഖ ഞാൻ ഉണ്ടാക്കി നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടുകളിലെത്തിച്ചു. അപ്പോൾ അതിലൊക്കെ പ്രധാനമായും പറയുന്നത് തൊഴിൽ കണ്ടെത്തി കൊടുക്കും. ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ള ഒരു മണ്ഡലം കൂടിയാണ്. തൊഴിൽ അന്വേഷിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിദേശത്തേക്ക് കുടിയേറ്റം വലിയ തോതിൽ ഉയരുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അത്തരത്തിൽ എന്തൊക്കെ ചെയ്യും എന്ന വാഗ്ദാനം, ഒപ്പം ഈ മണ്ഡലത്തിലെ 7 MLA-മാർക്കൊപ്പം ഒരു MP, അങ്ങനെ ഒരു ടീമായി പ്രവർത്തിക്കും എന്നൊരു വാഗ്ദാനമാണ് തോമസ് ഐസക് ആദ്യഘട്ടം മുതൽ നൽകുന്നത്. പക്ഷേ പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, പത്തനംതിട്ട മണ്ഡലത്തെ സംബന്ധിച്ച് നമുക്കറിയാം, കർഷകർ, അതോടൊപ്പം തന്നെ വനം, വന്യജീവി, മനുഷ്യനുമായുള്ള സംഘർഷം. നേരത്തെ കാട്ടാന ഏപ്രിൽ 1 ഒരു കർഷകനെ കൊന്ന സംഭവം ഈ പത്തനംതിട്ട മണ്ഡലത്തിലുണ്ടായി. അത്തരത്തിൽ പെൻഷൻ, കർഷകരുടെ പ്രശ്നങ്ങൾ, സപ്ലൈകോയിൽ ആവശ്യത്തിന് വിലക്കയറ്റം നേരിടാൻ ആവശ്യത്തിന് സപ്ലൈകോയിൽ സാധനങ്ങൾ ഇല്ലാത്തൊരു പ്രതിസന്ധി, അങ്ങനെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഉത്തരവാദിത്തം അതിൽ UDF-ഉം BJP-യും പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരാളാണ് തോമസ് ഐസക്. അത് തന്നെയാണ് തോമസ് ഐസക്കിന് പ്രതിരോധിക്കേണ്ടി വന്ന ഏറ്റവും വലിയ വിഷയം എന്ന് നമുക്ക് പറയാം. ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം തിരുവല്ലയിലെ പുറമറ്റം പഞ്ചായത്തിൽ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കവേ പുറമറ്റം പഞ്ചായത്തിലെ നടപ്പാക്കിയ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. കിഫ്ബി വഴി 450 കോടി മുടക്കിയാണ് ഇത്തരത്തിൽ ഒരു പദ്ധതി നടപ്പായത്. അത് കുന്നന്താനത്തടക്കം പല പ്രദേശങ്ങളിലും കുടിവെള്ളം പ്രശ്നം പരിഹരിക്കാൻ അത് സഹായകമായി. അത്തരത്തിൽ ജനകീയ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ പേരിലാണ് ED തന്നെ വേട്ടയാടുന്നത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു ഓരോ ടോക്കിംഗ് പോയിന്റുകളിലും. അതോടൊപ്പം തന്നെ ED അന്വേഷണം വന്നാൽ ഭയപ്പെടുന്നവരല്ല CPM-കാർ. നേരത്തെ കോൺഗ്രസുകാർ പലരും ED അന്വേഷണം ഭയന്ന BJP ചേരുന്നൊരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ ഒരു ആളല്ല താൻ എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. അത്തരത്തിൽ ED അന്വേഷണം, അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉത്തരവാദി താനാണ് എന്ന വിമർശനത്തിൻ്റെ പ്രതിരോധം, നേരത്തെ പറഞ്ഞതുപോലെ പലതരത്തിൽ മണ്ഡലത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വാഗ്ദാനങ്ങൾ, ഇങ്ങനെയാണ് തോമസ് ഐസക്കിൻ്റെ ഒരു പ്രചരണ ഫോർമുല. ആദ്യഘട്ടം മുതൽ അത് തന്നെയായിരുന്നു. ഏറ്റവും ഒടുവിലും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. LDF-ന്റെ പ്രതീക്ഷയുടെ അടിസ്ഥാനം മറ്റൊന്നുകൂടിയുണ്ട്. കഴിഞ്ഞ തവണ 2,97,000-ഓളം വോട്ട് BJP-ക്ക് കിട്ടി. ഇത്തവണ LDF-ന്റെ കണക്കുകൂട്ടലിൽ 1.5 ലക്ഷത്തിനും 2 ലക്ഷത്തിനും ഇടയിലോ അതിൽ താഴെയോ വോട്ടുകൾ മാത്രമേ BJP-ക്ക് ലഭിക്കൂ എന്ന് കണക്ക് കൂട്ടുന്നു. അതായത് സുരേന്ദ്രൻ ഒരു സ്ഥാനാർത്ഥിയായി വന്ന ശബരിമല വിഷയം അന്ന് സജീവ ചർച്ചയായ പശ്ചാത്തലത്തിൽ BJP-യുടെ വോട്ട് ശതമാനം വർദ്ധിച്ചൊരു സാഹചര്യം ഇത്തവണ ഉണ്ടാകില്ല എന്ന് അവർ കണക്ക് കൂട്ടുന്നു. അന്ന് UDF-ന്റെയും LDF-ന്റെയും വോട്ടുകൾ BJP-ക്ക് പോയതായി വിലയിരുത്തലുകളുണ്ടായി. അത്തരത്തിൽ ഉള്ള വോട്ടുകൾ തിരിച്ചെത്തുമെന്ന് കണക്ക് കൂട്ടുന്നു. അതോടൊപ്പം തന്നെ മുസ്ലിം വോട്ടുകൾ, ഒരു വിഭാഗം ക്രൈസ്തവരുടെ, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെ ബൈറ്റിൽ പറഞ്ഞത് പെന്തക്കോസ്ത് വിഭാഗങ്ങളടക്കം ഇത്തവണ LDF-നൊപ്പം സജീവമായി ഉണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ആ പ്രതീക്ഷകളാണ് സാമുദായിക സമവാക്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം NSS-ന്റെ നിലപാട് കൂടി പ്രധാനമായി വരുന്ന മണ്ഡലങ്ങൾ കൂടി അതിനകത്തുണ്ട്. അത് ഏത് തരത്തിൽ കൂടിയാണ് പ്രതിഫലിക്കുക? സമദൂര നിലപാട് അവർ പറയുമ്പോഴും സമകാലിക വിഷയങ്ങളിൽ സുകുമാരൻ നായർ സ്വീകരിച്ച നിലപാടടക്കമുണ്ട്. അതെല്ലാം ഒത്തുനോക്കുമ്പോൾ എൻ ബ്ലോക്കായി അത്തരത്തിൽ ഒരു വോട്ട് വീഴുന്ന പതിവില്ല NSS-ന്റെ. എങ്കിൽ കൂടിയും വലിയൊരു ശതമാനം വോട്ട് കിട്ടും എന്ന കണക്കുകൂട്ടൽ തന്നെയാണ് LDF ഉള്ളത്. നേരെ മറിച്ച് ഒരു സർക്കാർ വിരുദ്ധമായ വികാരം, അതിനൊപ്പം തന്നെ ഇത്തരത്തിൽ പെൻഷൻ അടക്കം മുടങ്ങുന്ന എല്ലാ വിഭാഗങ്ങളെയും ബാധിക്കുന്നതാണ്. അതുപോലുള്ള വിഷയങ്ങളിൽ ഊന്നിപ്പിടിച്ചുകൊണ്ടുള്ള ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായും വലിയൊരു മുന്നേറ്റത്തിന് വഴിയൊരുക്കുമെന്ന് എതിർ ക്യാമ്പും കണക്ക് കൂട്ടുന്നു. ഏതായാലും BJP-ക്ക് ലഭിക്കുന്ന വോട്ട് ശതമാനം കുറയും എന്നതിലാണ് LDF-ഉം UDF-ഉം ഇത്തവണ വിജയപ്രതീക്ഷ വച്ചു പുലർത്തുന്നത്. അതാണ് അവരുടെ കാൽക്കുലേഷനുകളിൽ ഉള്ളത് എന്നതാണ്. അത് ഏത് തരത്തിലായിരിക്കും BJP-ക്ക് വോട്ട് കുറയുകയാണെങ്കിൽ ഒരു സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വരെ ഉണ്ടായിട്ടുള്ള ജോർജിന്റെ BJP പ്രവേശനം തീർച്ചയായും അത് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി കൂടിയാകാൻ എന്ന് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നു. ഒരു തോൽവിയാണ് വരുന്നതെങ്കിൽ ആദ്യം പോകുന്നത് PC ജോർജിന്റെ പ്രതികരണം ഏത് തരത്തിലായിരിക്കും? PC ജോർജിനെ പോലെ ഒരു അനുഭവ സമ്പത്തുള്ള ആൾ, അയാൾ എന്ത് രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴായി പല മറുകണ്ഠങ്ങൾ ചാടിയുമൊക്കെ കേരള രാഷ്ട്രീയത്തിൽ അത്തരത്തിൽ കൂടി ഒരു ഇമേജ് ഉള്ള ആളാണല്ലോ. അത് ബാഡ് ഇമേജ് ആണോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. സ്വാധീനമുള്ള ഒരു നേതാവ് എന്നതിൽ തർക്കമില്ല. തീർച്ചയായും അങ്ങനെ PC ജോർജിനെ മാറ്റി നിർത്തുമ്പോൾ ആ മാറ്റി നിർത്തിയതുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങളൊക്കെ തുടക്കത്തിലുണ്ടായിരുന്നു. അതിനെ മറികടന്നിട്ടുണ്ടോ? അനിൽ ആന്റണിക്ക് എത്രത്തോളം വോട്ട് പിടിക്കാൻ സാധിക്കും? കേന്ദ്രത്തിന്റെ പ്രതീക്ഷ നിലനിർത്തുമോ? ഇതും പരിശോധിക്കേണ്ടതുണ്ട്. അത് ഇടവേളയ്ക്ക് ശേഷം.
പത്തനംതിട്ടയിലാണ് ഇലക്ഷൻ പൂരമുള്ളത്. കാർത്തിക് ആണ് അവിടെ നിന്ന് വിവരങ്ങൾ ഇനി അറിയേണ്ടത് ബി.ജെ.പിയുടെ പ്രതീക്ഷകളൊക്കെ തന്നെയാണ്. കൂടുതൽ മുൻതൂക്കം ഏത് തരത്തിൽ ഇടത് വലത് മുന്നണികൾക്കുണ്ട് എന്നുള്ള അവകാശവാദത്തിന് ഖണ്ഡിച്ചുകൊണ്ട് ബി.ജെ.പി പ്രചാരണം നടത്തുന്നു എന്നുള്ളൊരു ചോദ്യമൊക്കെ ബാക്കിയാകുന്നുണ്ട് ആ സമയത്ത്. അതെ, അനിൽ ആന്റണി എന്ന സ്ഥാനാർത്ഥിക്ക് എത്രത്തോളം മുന്നേറാൻ സാധിക്കും എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന പൾസ്. കാർത്തിക്, ഒടുവിലാണ് അനിൽ ആന്റണി പത്തനംതിട്ടയിലേക്ക് എത്തുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ മോഡിയെ നേരിട്ട് പത്തനംതിട്ട എത്തി അനിൽ ആന്റണിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ മോഡി നേരിട്ടെത്തിയതോടുകൂടി തന്നെ മറ്റ് അസ്വാരസ്യങ്ങൾ മറികടക്കാനായി എന്ന വിലയിരുത്തലാണ് ബി.ജെ.പി ക്യാമ്പിനുള്ളത്. പക്ഷേ താഴെത്തട്ടിൽ പ്രവർത്തനം കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിന് ഓളം ഉണ്ടോ എന്ന സംശയം ചിലരെങ്കിലും ഉന്നയിക്കുന്നുണ്ട്. 2,97,000 വോട്ടാണ് കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ പിടിച്ചത്. ഹൈന്ദവ വോട്ടുകളിൽ ഭൂരിപക്ഷവും അന്ന് ബി.ജെ.പിക്ക് ലഭിച്ചു എന്ന് കണക്ക് കൂട്ടുന്നു. ബി.ജെ.പി ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിന് കൂടി മുതിർന്നത് അതുകൊണ്ടാകണം. കാരണം 2,97,000 വോട്ട് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ബി.ജെ.പിക്ക് ലഭിക്കാവുന്ന പരമാവധി വോട്ട് എന്ന് വെച്ചാൽ ഹൈന്ദവ വോട്ടുകൾ ഏകീകരിച്ചുകൊണ്ട് ലഭിക്കാവുന്ന പരമാവധി വോട്ട് എന്നൊരു വിലയിരുത്തലിലേക്ക് അവരെത്തുകയും ഒരു വിഭാഗം ക്രൈസ്തവ വോട്ടുകൾ കൂടി അനുകൂലമായാൽ പത്തനംതിട്ടയിൽ കാര്യങ്ങൾ എളുപ്പമാകുമെന്ന് കണക്കുകൂട്ടി അത്തരത്തിലാണ് അനിൽ ആന്റണിയിലേക്ക് എത്തിയതും. ഏതായാലും നിലവിലെ സാഹചര്യങ്ങൾ ആദ്യഘട്ടത്തിൽ പ്രചരണത്തിൽ എത്തിയ അനിൽ ആന്റണി പത്തനംതിട്ട മണ്ഡലത്തിനായി മാത്രം ഒരു മാനിഫെസ്റ്റോ മുന്നോട്ട് വെച്ചു. പത്തനംതിട്ടയിൽ നിരവധി ആരാധനാലയങ്ങളുണ്ട്, ശബരിമല അടക്കം വരുന്നു. അത്തരത്തിൽ റിലീജിയസ് ടൂറിസം ഹബ്ബാക്കി ശബരിമലയെ മാറ്റും. ഇതൊക്കെയായിരുന്നു അനിൽ ആന്റണിയുടെ വാഗ്ദാനങ്ങൾ. കഴിഞ്ഞ 15 വർഷവും ഇവിടെ കാര്യമായ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളൊന്നും വന്നില്ല. തന്നെ വിജയിപ്പിച്ചാൽ അത് മോഡിക്ക് നൽകുന്ന ഒരു വോട്ടാണ്, മോഡിയുടെ ഗ്യാരണ്ടിയാണ് വികസനം നടപ്പാക്കുമെന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ആദ്യഘട്ടം മുതൽ തന്നെ പ്രചരണ രംഗത്ത് സജീവമായി പറയുന്നത്. പക്ഷേ അപ്പോഴും കഴിഞ്ഞ തവണ ലഭിച്ച ആ വോട്ട് ശതമാനം അതിൽ നിന്ന് എത്രത്തോളം ബി.ജെ.പിക്ക് ഉയരാൻ കഴിയും എന്നതാണ് ഏറെ നിർണായകം. അതിന് അനിൽ ആന്റണി എന്ന സ്ഥാനാർത്ഥി പര്യാപ്തമാണോ? ഇതിനൊക്കെയുള്ള ഉത്തരമാണ് തെരഞ്ഞെടുപ്പിലൂടെ ലഭിക്കേണ്ടത്. ഏതായാലും ശക്തമായ പ്രചരണം തന്നെ അവസാന ലാപ്പിലും അവർ നടത്തുന്നു. കാരണം ആദ്യഘട്ടത്തിൽ മോഡി വന്നു, പിറകെ ഒരുപറ്റം കേന്ദ്രമന്ത്രിമാർ, ഏറ്റവും ഒടുവിൽ രാജ്നാഥ് സിംഗ് അടക്കം അനിൽ ആന്റണിക്ക് വേണ്ടി പത്തനംതിട്ടയിലെത്തി വോട്ടഭ്യർത്ഥിക്കുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ കേന്ദ്ര നേതാക്കൾ ബി.ജെ.പിക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ LDFന് വേണ്ടി സീതാറാം യെച്ചൂരി അടക്കമുള്ളവർ വന്നപ്പോഴും കോൺഗ്രസിന് വേണ്ടി വന്നില്ല എന്നൊരു വിമർശനം ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസത്തോടെ ആ വിമർശനത്തെ മറികടക്കാൻ ഒരു പരിധിവരെ UDFന് കഴിഞ്ഞിട്ടുമുണ്ട്. എന്തായാലും അവസാന ലാപ്പിലും പ്രചരണം ചൂട് പിടിക്കുകയാണ്. എല്ലാ തരത്തിലും മണ്ഡലത്തിലെ വികസനം മാത്രമാണ് ബി.ജെ.പി ചർച്ചയ്ക്ക് വെക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. മണ്ഡലത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ കണക്കടക്കം വിവരിച്ചുകൊണ്ടാണ് ഓരോ പോയിന്റിലും അനിൽ ആന്റണി സംസാരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നുള്ള വിവരങ്ങൾ VR കാർത്തിക് നൽകുമ്പോൾ അഭിലാഷ്, ഞാൻ ചോദിക്കുന്നത്, ഇത് നമ്മൾ ഈ ത്രികോണ മത്സരം എന്നെല്ലാം പറയുമ്പോൾ ഞാൻ അഭിലാഷിനൊന്ന് ഒരു കുഴപ്പിക്കാൻ വേണ്ടി ചോദിക്കാം, ശരിക്കും അങ്ങനെ ഒരു ത്രികോണ മത്സരം പത്തനംതിട്ടയിലുണ്ടോ? പത്തനംതിട്ടയിൽ എന്നല്ല, ഇപ്പോൾ കേരളത്തിൽ ഉടനീളം നമ്മൾ ഇലക്ഷൻ ചാനലിൽ ഇക്കാര്യം വിവരിച്ചതാണ്. അതായത് സംസ്ഥാനത്ത് ശക്തമായ ത്രികോണ മത്സരം എന്ന് പൊതുവെ പറയുമ്പോഴും അങ്ങനെ പറയുന്നത് യുക്തിയാണോ എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ഒരു ഏകദേശ ധാരണ എന്ന നിലയിൽ ഒരു 20% എങ്കിലും ഒരു സ്ഥാനാർത്ഥി വോട്ട് പിടിക്കുന്നുവെങ്കിൽ നമുക്ക് അതിനെ ത്രികോണ മത്സരം എന്ന് പറയാം. അതൊരു സ്റ്റാൻഡേർഡ് കണക്കൊന്നുമല്ല. തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഇത്ര ശതമാനം നേടിയാലാണ് അതിനെ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമായി കണക്കാക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ മത്സരം നടന്ന 5 മണ്ഡലങ്ങൾ കഴിഞ്ഞ തവണ കേരളത്തിൽ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ഇത്തവണയും പത്തനംതിട്ടയിൽ ശക്തമായ മത്സരമുണ്ട്. ആ നിലയിൽ നമുക്കതിനെ ഒരു ത്രികോണ മത്സരം എന്ന് വിലയിരുത്താം. പക്ഷേ അപർണ, അതിൽ പ്രസക്തമാകുന്നത് ഈ പറയുന്നത് പോലെ ആന്റണിയുടെ കൈവിടുമോ ഇത്തവണ പത്തനംതിട്ട എന്നുള്ളതാണ്. അവിടെയാണ് ഈ ബി.ജെ.പിയിലേക്ക് പോകുന്നത്. അതായത് കഴിഞ്ഞ തവണ ശബരിമല എന്നൊരു വിഷയം ഉണ്ടായിരുന്നു, ഇത്തവണ അതില്ല. അതുകൊണ്ടാണ് ആന്റണിക്ക് വോട്ട് കുറയുമോ, തോമസ് ഐസക്കിന് വോട്ട് കൂടുമോ? അങ്ങനെയെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ ബി.ജെ.പിക്ക് പത്തനംതിട്ടയിലുള്ള വോട്ട്? ഈ നിലയിലാണ് ഇത് ശക്തമായൊരു മത്സരം എന്ന് വിലയിരുത്തപ്പെടേണ്ടത് എന്നതാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും ത്രികോണ മത്സരം അല്ല എങ്കിൽ പോലും സംസ്ഥാനത്തെ ഹെവി വെയിറ്റ് പോരാട്ടം നടക്കുന്ന മറ്റൊരു മണ്ഡലമുണ്ട്. ആ മണ്ഡലത്തിലേക്കാണ് ഇനിയുള്ള സമയം. ഒരു പക്ഷേ ഈ 20 മണ്ഡലങ്ങളിൽ 19 മണ്ഡലങ്ങളിലും കാണാത്ത വീറും ആശയം. അത് തുടക്കം മുതൽ അങ്ങേയറ്റം കൗതുകമാണ്.
ഘട്ടമാണല്ലോ, അതായത് ഒരു സർപ്രൈസ് അത് രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് പോലും കടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒരുപക്ഷെ ഇനി ഒരു റീപോളിംഗ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നാൽ പോലും അത് എവിടെയായിരിക്കും എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് വടകരയാണ്. വടകര മണ്ഡലമാണ് ആ രീതിയിൽ ഹെവി വെയിറ്റ് പോരാട്ടം നടക്കുന്ന മണ്ഡലം. വടകരയുടെ വിശേഷങ്ങളിലേക്ക് എത്താം. MS അനീഷ് കുമാർ നമുക്കൊപ്പം ചേരും വിശകലനങ്ങളുമായി ഇടവേളയ്ക്ക് ശേഷം. വീട്ടിൽ ആർക്കെങ്കിലും